ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നിങ്ങളെല്ലാവരും കാത്തിരുന്ന ഹെയർ ഓയിലിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. എൻ്റെ മുടിക്ക് ഒരുപാട് മാറ്റം തന്നൊരു എണ്ണയാണിത്. ഇതിലടങ്ങിയിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും മുടിക്ക് അത്യാവശ്യമായിട്ടുള്ളത് തന്നെയാണ്. ഈ എണ്ണ ആഴ്ചയിൽ 3-4 തവണ മാത്രം ഇട്ടാൽ മതി. 1 മണിക്കൂർ കഴിഞ്ഞ് നിങ്ങൾക്ക് മൈൽഡ് ഷാമ്പു വെച്ചതൊന്ന് കഴുകി കളയാവുന്നതാണ്. അപ്പോൾ ഈ എണ്ണയുടെ ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. 2 സവാള, 3 ക്യാരറ്റ്, 1 പിടി തുളസി, അലോവേരയുടെ 1 ഇലയും, 1/2 കപ്പ് ഉലുവയും, 1/2 കപ്പ് കരിഞ്ജീരകം, 2 ടേബിൾ സ്പൂൺ കുരുമുളക്, ആൽമണ്ട് ഓയിൽ 200 ml, ബദാം ഓയിൽ, കാസ്റ്റർ ഓയിൽ, ആവണക്കെണ്ണ 200 ml, കോക്കനട്ട് ഓയിൽ 200 ml. ഇനി നമുക്കിത് എങ്ങനെയാണ് ചെയ്തെടുക്കുന്നതെന്ന് നോക്കാം. ആദ്യം തന്നെ നമുക്ക് കരിഞ്ജീരകവും ഉലുവയും ഒന്ന് ചെറുതായി പൊടിച്ചെടുത്താൽ മതി. ഒരുപാട് പൊടിയണ്ട, ചെറുതായി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഉലുവയും കരിഞ്ജീരകവും പൊടിച്ചു കഴിഞ്ഞു. ഇനി നമുക്ക് അരയ്ക്കാനുള്ളതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം. അതേ ജാറിൽ തന്നെ സവാളയും ക്യാരറ്റും കൂടി അരിഞ്ഞതൊന്നിട്ട് കൊടുക്കാം. ഇതിനി ഒന്ന് അടിച്ചെടുത്തിട്ട് നമുക്ക് ബാക്കിയുള്ള ഇൻഗ്രീഡിയൻസ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റും സവാളയും നമ്മൾ അടിച്ചു കഴിഞ്ഞു. ഇനി ഇതിലേക്ക് തുളസിയും അലോവേരയുടെ ജെല്ലും കൂടി ചേർത്ത് നന്നായി ഒന്ന് വീണ്ടും അരച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ച് നമുക്ക് ആദ്യം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചെറുതായി ചൂടായി വരുമ്പോൾ നമുക്ക് ആവണക്കെണ്ണ, കാസ്റ്റർ ഓയിൽ നമുക്കൊന്ന് ഒഴിച്ചു കൊടുക്കാം. വീണ്ടും ഒന്ന് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇതിലേക്കിനി ആൽമണ്ട് ഓയിൽ, ബദാം ഓയിലൊന്ന് ചേർത്ത് കൊടുക്കാം. എണ്ണ നന്നായി മിക്സ് ചെയ്ത് ഇതിലേക്കിനി കുരുമുളക് ചേർത്ത് കൊടുക്കാം. എണ്ണ ചെറുതായി തിളയ്ക്കാൻ തുടങ്ങുമ്പോൾ കരിഞ്ജീരകം പൊടിച്ചു വെച്ചിരുന്നത് ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് ഉലുവ പൊടിച്ചതും കൂടി ചേർത്ത് നന്നായി ഒന്ന് ഇളക്കിയെടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഈ പൊടികളൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇതിലേക്ക് നേരത്തെ അരച്ച് വെച്ചിരുന്ന ആ മിക്സ് ഒന്ന് ചേർത്ത് കൊടുക്കാം. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ വേണം ഇതൊക്കെ ചേർത്ത് കൊടുക്കാൻ. ഇനി ഇത് നന്നായി ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ എണ്ണ തിളയ്ക്കുന്നത് വരെ നന്നായി ഇളക്കി കൊടുക്കുക. ഇതുപോലെ തിളച്ച് തുടങ്ങുമ്പോൾ 5 മിനിറ്റും കൂടി ഒന്ന് തിളപ്പിച്ചിട്ട് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇനി ഈ എണ്ണ എടുക്കുന്നത് ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. അടുത്ത ദിവസം നമുക്ക് എടുക്കാനുള്ള ബോട്ടിലേക്ക് മാറ്റാവുന്നതാണ്. ഡെയിലി എടുക്കുന്ന ബോട്ടിലേക്ക് കുറച്ച് ഉലുവയും കരിഞ്ജീരകവും അലോവേരയുടെ ജെല്ലും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇതിലേക്കാണ് നമ്മൾ കാച്ചിയ എണ്ണ ഒഴിക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് അടുത്ത ദിവസമാണ്. നമ്മുടെ എണ്ണ ഇങ്ങനെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. ഒന്നും കൂടി മിക്സ് എല്ലാം കൂടി നന്നായി ഒന്ന് ഇളക്കി നമുക്കിനി അരിച്ചെടുക്കാം. ഇവിടെ എണ്ണ സൂക്ഷിച്ച് വെക്കാനുള്ള ബോട്ടിലേക്ക് കരിഞ്ജീരകവും ഉലുവയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് അലോവേരയുടെ ജെല്ല് ഞാൻ ചേർത്തിട്ടില്ല. ഇങ്ങനെയുള്ള ഏതെങ്കിലും അരിപ്പയോ അങ്ങനത്തെ തുണിയിലോ നമുക്ക് അരിച്ചെടുക്കാവുന്നതാണ്. അപ്പം നമ്മുടെ എണ്ണ ഇവിടെ റെഡിയായി കഴിഞ്ഞു. ഇനി നമുക്ക് ഡെയിലി തേക്കാനുള്ള ബോട്ടിലേക്കും കൂടെ എണ്ണയൊന്ന് ഒഴിച്ചു വെക്കാം. ഇങ്ങനെ കോമ്പുള്ള ബോട്ടിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് കോമ്പ് ചെയ്ത് തന്നെ ഓയിൽ തേച്ച് പിടിപ്പിക്കാവുന്നതാണ്. ഈ എണ്ണ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഒന്ന് ക്ലിയറായി കിട്ടും. ഇതേപോലെ 2 ദിവസം കഴിയുമ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ മട്ടൊക്കെ ഒന്ന് അടിഞ്ഞ് ക്ലിയർ ആയിട്ട് എണ്ണ കിട്ടും. അപ്പോൾ നിങ്ങൾക്ക് വേറെ ബോട്ടിലേക്ക് മാറ്റി വയ്ക്കാവുന്നതാണ്. ഇതൊരു നല്ല ഹെയർ ഓയിലാണ്. എല്ലാവരും ട്രൈ ചെയ്യണം. നമ്മുടെ മുടിക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസും ഇതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഈ ഹെയർ ഓയിൽ ഒന്ന് ട്രൈ ചെയ്യുക. ഈ ഓയിൽ ഉപയോഗിച്ചിട്ടുള്ള എല്ലാ ഇൻഗ്രീഡിയൻസിൻ്റെയും
ബെനിഫിറ്റ്സിനെ പറ്റിയുള്ളൊരു വീഡിയോ ഞാൻ ഇടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ആരും മറക്കണ്ട. ഫേസ്ബുക്കും ഇൻസ്റ്റഗ്രാമും യൂട്യൂബും എല്ലാവരും ഫോളോ ചെയ്യണം. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക്